എയർപോർട്ട് മേഖലയിലെ ജോലികളിൽ പ്രധാനപ്പെട്ട ജോലികളിലൊന്നാണ് ക്യാബിൻ ക്രൂവിൻ്റേത്. ക്യാബിൻ ക്രൂ ആവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ. ആകർഷകമായ ശമ്പളവും ലോകം ചുറ്റാനുള്ള അവസരവുമാണ് ക്യാബിൻ ക്രൂ ജോലിയെ ഇത്രയധികം ആകർഷണീയമാക്കുന്നത്. ഇതുകൂടാതെ മറ്റൊട്ടനവധി ബെനിഫിറ്റ്സും ക്യാബിൻ ക്രൂസിനുണ്ട്. മറ്റ് ബെനിഫിറ്റുകൾ പറയുന്നതിന് മുൻപായി ക്യാബിൻ ക്രൂ ആകാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ക്യാബിൻ ക്രൂ ആകാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ +2 ആണ്. അതുപോലെ ഏജിൻ്റെ ക്രൈറ്റീരിയയിലേക്ക് വരികയാണെങ്കിൽ ഡൊമസ്റ്റിക് എയർലൈൻസിൽ 18 വയസ്സും ഇൻ്റർനാഷണൽ എയർലൈൻസിൽ 21 വയസ്സും കഴിഞ്ഞിരിക്കണം ക്യാബിൻ ക്രൂ ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ കുറേ കുട്ടികളുടെ ഡൗട്ടാണ് ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്ക് ക്യാബിൻ ക്രൂ ആവാൻ കഴിയില്ലേ എന്നുള്ളത്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ സ്കിൻ ടോണ് ഇതിൽ മാറ്റർ ചെയ്യുന്നതേയില്ല. നിങ്ങൾ ഡാർക്കോ അല്ലെങ്കിൽ ഫെയറോ എന്ത് സ്കിൻ ടോൺ ആണെങ്കിലും പ്രോബ്ലം ഇല്ല. നിങ്ങളുടെ സ്കിൻ ടോണിൽ നിങ്ങളുടെ സ്കിന്നിൽ വലിയ സ്ട്രെച്ച് മാർക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതിരുന്നാൽ മതി. നിങ്ങൾക്കൊരു ഹെൽത്തി സ്കിൻ ഉണ്ടായാൽ മാത്രം മതി. പിന്നെന്ന് പറയുന്നത് സ്പെക്സ് യൂസ് ചെയ്യാമോ? സ്പെക്സ് യൂസ് ചെയ്യാൻ ചില 1-2 ഇൻ്റർനാഷണൽ എയർലൈൻസ് സ്പെക്സ് യൂസ് ചെയ്യാൻ അലോ ചെയ്യുന്നുണ്ട്. ബട്ട് ഡൊമസ്റ്റിക് എയർലൈൻസിലൊന്നും സ്പെക്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് വിഷൻ. നമ്മൾ ക്യാബിൻ ക്രൂവിൻ്റെ ഇൻ്റർവ്യൂസിനും കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ ശേഷം മെഡിക്കലുണ്ട്. ആ ടൈമിൽ നിങ്ങളുടെ വിഷനൊക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ വിഷനൊക്കെ ഓക്കെ ആയിട്ടുള്ളവരെ മാത്രമേ അവർ സെലക്ട് ചെയ്യൂ. സ്പെക്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഡൊമസ്റ്റിക് എയർലൈൻസിൽ ഒന്നിലും പറ്റില്ല. അതുപോലെ തന്നെ മുസ്ലിംസിന് ക്യാബിൻ ക്രൂ ആവാൻ കഴിയുമെന്ന് കുറേ കുട്ടികളെ ഡൗട്ട് ചോദിക്കുന്ന കണ്ടു. യെസ്, മുസ്ലിംസിന് ക്യാബിൻ ക്രൂ ആവാൻ കഴിയും. ബട്ട് ഹിജാബ് ധരിക്കാനായിട്ട് ചില ഇൻ്റർനാഷണൽ എയർലൈൻസ് ലൈക്ക് സൗദി അറേബ്യൻ എയർലൈൻസ്, ബ്രിട്ടീഷ് എയർലൈൻസ്, അങ്ങനെ കുറച്ച് എയർലൈൻസ് മാത്രമേ അത് അലോ ചെയ്യുന്നുള്ളൂ. ഡൊമസ്റ്റിക് എയർലൈൻസിൽ ഹിജാബ് ധരിക്കാൻ അലൗഡ് അല്ല. കാരണം മതം അല്ലെങ്കിൽ റിലീജിയൻ ബേസ് ചെയ്തിട്ടല്ല ഒരു കാൻഡിഡേറ്റ്സിനെ അവർ സെലക്ട് ചെയ്യുന്നത്. എല്ലാവർക്കും സെയിം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരുപോലെയാണ് ക്യാബിനിൽ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. ആർക്കും എക്സ്ട്രാ പ്രയോറിറ്റി കാര്യങ്ങളൊന്നും കിട്ടില്ല. മീൻസ് അതുപോലെ തന്നെ മുസ്ലിംസ് ആൽക്കഹോൾ സെർവ് ചെയ്യേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാം ചെയ്യേണ്ടി വരും. ഒരു ക്യാബിൻ ക്രൂ ചെയ്യുന്ന നോർമൽ ക്യാബിൻ ക്രൂ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മുസ്ലിം ആയിട്ടുള്ള ഒരാളും ചെയ്യേണ്ടി വരും. ആർക്കും പ്രയോറിറ്റി കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ടാറ്റു, അതുപോലെ പിയേഴ്സിങ് മീൻസ് മേക്കാതെ അല്ലെങ്കിൽ മൂക്കുത്തിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഡൗട്ടുകൾ കണ്ടിട്ടുണ്ട്. ഈ ടാറ്റു എന്ന് പറയുമ്പോഴത്തേക്ക് ഡൊമസ്റ്റിക് എയർലൈൻസിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ ടാറ്റു വിസിബിൾ ആയിട്ടുള്ള ടാറ്റൂസ് അലൗഡ് അല്ല. അല്ലാണ്ട് യൂണിഫോം വെയർ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ടാറ്റൂസ് ഓക്കെയാണ്. പക്ഷേ വിസിബിൾ ടാറ്റൂസ് ഒന്നും അലൗഡ് അല്ല. ഇൻ ദ കേസ് ഓഫ് ഇൻ്റർനാഷണൽ എയർലൈൻസ് ഒരു രീതിയിലുള്ള ടാറ്റൂസ് അലൗഡ് അല്ല. സ്കിന്നിൽ ഒരു ടാറ്റു ഉണ്ടാവാൻ പാടില്ല. വിസിബിൾ ആയിട്ടുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള ഒരു ടാറ്റുവും ഇൻ്റർനാഷണൽ എയർലൈൻസിൽ അക്സെപ്റ്റ് ചെയ്യാറില്ല. പിന്നെന്ന് പറയുന്നത് ഹൈറ്റ് റിക്വയർമെൻറ്റ്. ഇതിന് ഹൈറ്റ് റിക്വയർമെൻറ്റ് ഡൊമസ്റ്റിക് എയർലൈൻസിൽ 155 സെൻറ്റിമീറ്ററാണ് മിനിമം ഹൈറ്റ്, ഏറ്റവും കുറഞ്ഞ ഹൈറ്റ്. അതുപോലെ തന്നെ നിങ്ങളുടെ വെയ്റ്റിനനുസരിച്ചുള്ള ഹൈറ്റ് ആയിരിക്കണം, നിങ്ങളുടെ ബോഡി ഫിറ്റ് ആയിരിക്കണം, നിങ്ങൾ ഫിസിക്കലി നല്ല ഫിറ്റ് ആയിരിക്കണം. അതെന്ന് പറയുന്നത് BMI എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, ബോഡി മാസ് ഇൻഡെക്സ്, അതാണ് അതിൻ്റെ ഫുൾ ഫോം. അത് കറക്റ്റ് ആയിരിക്കണം നിങ്ങൾക്ക്. അത് ചെക്ക് ചെയ്യുന്ന കുറേ കാൽക്കുലേറ്റേഴ്സൊക്കെ ഇൻ്റർനെറ്റിലൊക്കെ കുറേ അവൈലബിൾ ആണ്. അതുപോലെ എന്ന് പറയുന്നത് ക്യാബിൻ ക്രൂ ആവാൻ എന്തെങ്കിലും കോഴ്സ് ചെയ്യണോ, അല്ലെങ്കിൽ +2 എന്താ എടുക്കണ്ടേ, മീൻസ് കൊമേഴ്സോ അല്ലെങ്കിൽ സയൻസ് ആണോ, എന്താ എടുക്കണ്ടേ, അങ്ങനെ കുറേ ഡൗട്ടുണ്ട്. +2 ക്യാബിൻ ക്രൂ ആവാൻ വേണ്ടിയിട്ട് +2 ഏത് സബ്ജക്റ്റ് ആയാലും മതി. അതുപോലെ നിങ്ങൾ ക്യാബിൻ ക്രൂ ആവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു കോഴ്സ് ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഹിന്ദി, ഇംഗ്ലീഷ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ കേട്ടാൽ നന്നായിട്ട് മനസ്സിലാവും. അങ്ങനെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഓക്കെ ആണ്, നിങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ഉണ്ട്, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടുന്ന കോൺഫിഡൻ്റ് ഉണ്ട്. അതുപോലെ ഇൻ്റർനെറ്റൊക്കെ റെഫർ ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി എയർലൈനിൽ ഇൻ്റർവ്യൂ വരുന്ന ടൈമിൽ അവരവരുടെ കരിയർ പേജിൽ അത് അപ്ലോഡ് ചെയ്യും. ആ ടൈമിൽ നിങ്ങളത് നോക്കിയിട്ട് അതിലുള്ള ക്രൈറ്റീരിയാസൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. പിന്നെ നിങ്ങൾ അത്ര കോൺഫിഡൻ്റ് അല്ല, നിങ്ങൾ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിങ്ങൾ കുറച്ച് ബാക്കിലോട്ടാണ്, നിങ്ങൾക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ക്യാബിൻ ക്രൂ കോഴ്സ് എടുക്കാം. പിന്നെന്ന് പറയുന്നത് വെറുതെ പോയൊരു ക്യാബിൻ ക്രൂ കോഴ്സ് എടുക്കുന്നതിന് നല്ലത്. എല്ലാവർക്കും ഒന്നും ക്യാബിൻ ക്രൂ ആവാൻ കഴിയില്ല, നമുക്ക് ഓൾറെഡി അറിയാം. ഇതിൻ്റെ എയർലൈൻ്റെ ക്രൈറ്റീരിയാസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. നമുക്കിപ്പോൾ 155 മിനിമം ഹൈറ്റാണ് ഡൊമസ്റ്റിക് എയർലൈൻസിൽ. ഇൻ്റർനാഷണൽ എയർലൈൻസിലോട്ട് വരുമ്പോൾ ഹൈറ്റിൻ്റെ ക്രൈറ്റീരിയ പിന്നെയും കൂടും, അതിൽ കൂടുതൽ വേണം.
പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ സ്കിൻ കളറിൻ്റെ കാര്യം. സ്കിൻ കളർ ഏതായാലും ഓക്കെയാണ്, ഒരു ഹെൽത്തി സ്കിൻ ഉണ്ടാവണം. നല്ല സ്ട്രെച്ച് മാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുന്ന ടൈമിൽ തന്നെ നമ്മൾ ഔട്ടാണ്. പിന്നെ വിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, 6/6 തന്നെ വേണം മസ്റ്റായിട്ടും വിഷൻ. പിന്നെ ഏറ്റവും കൂടുതലുള്ള ക്വസ്റ്റ്യനാണ് മെയിൽസിന് ക്യാബിൻ ക്രൂ ആവാൻ കഴിയുമോ എന്ന്. മെയിൽസിന് ക്യാബിൻ ക്രൂ ആവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ മെയിൽസിന് ക്യാബിൻ ക്രൂ ആവാൻ കഴിയും. പക്ഷേ ഫീമെയിൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മെയിൽസിനുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ ലെസ്സാണ്, വളരെ കുറവാണ്. കൂടുതലും ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഫീമെയിൽസിന് തന്നെയാണ്. പിന്നെന്ന് പറഞ്ഞാൽ ചില എയർലൈൻസിലൊന്നും മെയിൽസ് ക്യാബിൻ ക്രൂവിനെ എടുക്കാറേ ഇല്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഡിഗോ എയർലൈൻസ്, ഡൊമസ്റ്റിക് എയർലൈനായ ഇൻഡിഗോ എയർലൈൻസിൽ മെയിൽ ക്യാബിൻ ക്രൂസ് ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർ ടോട്ടൽ ക്രൂ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ മെയിൽസിനെ റിക്രൂട്ട് ചെയ്യാത്തത്. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ലെസ് വെയിറ്റ് ഈസ് ഈക്വൽ ടു ലെസ് ഫ്യൂവൽ ബേൺ ആണ്. എന്ന് പറഞ്ഞാൽ മെയിൽസ് ആകുമ്പോൾ അവർക്ക് ലേഡീസിനേക്കാൾ വെയിറ്റ് കൂടുതലായിരിക്കും, അപ്പോൾ ഫ്യൂവൽ ബേൺ കൂടും. അപ്പോൾ ഇൻഡിഗോ ഒക്കെ എന്ന് പറയുമ്പോൾ അവർ ഫീമെയിൽസിനെയാണ് കൂടുതൽ റിക്രൂട്ട് ചെയ്യുന്നത്. ഫീമെയിൽസ് ആകുമ്പോൾ അവർക്ക് വെയിറ്റ് കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ അവരുടെ ഫ്യൂവൽ ബേണും കുറവായിരിക്കും. അതാണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു കോഴ്സൊന്നും ചെയ്യേണ്ടാന്ന്. പിന്നെ എല്ലാവരും അത്ര പ്രൊഫഷണലോ കാര്യങ്ങളൊന്നും അല്ല, അതുകൊണ്ട് നിങ്ങൾക്കൊരു കോഴ്സ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് ക്യാബിൻ ക്രൂ ആവാൻ വേണ്ടി മാത്രം നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി ക്യാബിൻ ക്രൂവിൻ്റെ മാത്രം ഒരു വർഷത്തെ കോഴ്സൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ക്യാബിൻ ക്രൂവിന് മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ട് കോഴ്സ് കൊടുക്കുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതെന്ന് പറയുമ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ എന്ന് പറയുന്നത് ആ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന കുട്ടികളായിരിക്കും ആ ഒരു കോഴ്സിലോട്ട് റെഫർ ചെയ്യുക. മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസും അങ്ങനെ ഒന്നും നോക്കാറില്ല. അവർ നിങ്ങൾക്ക് കോഴ്സ് തരും, കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാബിൻ ക്രൂ ആവാൻ പറ്റുന്ന കുട്ടികളാവും, അല്ലാത്തവർ പുറത്ത് വെറുതെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളൊരു 6 മന്ത് അല്ലെങ്കിൽ 1 ഇയർ കോഴ്സ് ക്യാബിൻ ക്രൂവിൻ്റെ ഇത് ഇൻക്ലൂഡായിട്ട് വരുന്ന ഒരു കോഴ്സ് എടുക്കുക. ക്യാബിൻ ക്രൂ ട്രെയിനിങ് കൂടി ഇൻക്ലൂഡായിട്ട് വരുന്ന ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ക്യാബിൻ ക്രൂ ആവാൻ പറ്റുന്ന കുട്ടികൾക്ക് അങ്ങനെ ആവാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്കൊരു ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിലെങ്കിലും കയറാൻ പറ്റും. കോഴ്സ് കഴിഞ്ഞ് വെറുതെ നിൽക്കേണ്ടി വരില്ല. ഇപ്പോൾ ഈ പറയുന്ന ഞാൻ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനെ അപ്രോച്ച് ചെയ്തത് എനിക്ക് ക്യാബിൻ ക്രൂ ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. എനിക്ക് എയർപോർട്ട് ഫീൽഡ് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ക്യാബിൻ ക്രൂ ആവണം എന്നുള്ള താല്പര്യം കൊണ്ടാണ് ചെന്നത്. പക്ഷേ അവരെന്നോട് പറഞ്ഞു 152 ഹൈറ്റ് ഉണ്ടായത് കാരണം ക്യാബിൻ ക്രൂ ആവാൻ കഴിയില്ല എന്ന് ഓൾറെഡി പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ, എനിക്ക് പ്രശ്നമില്ല, ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിലോട്ട് കയറിയാലും മതി എന്നുള്ള രീതിയിലാണ് ഞാൻ 6 മന്തിൻ്റെ ഡിപ്ലോമ പഠിച്ചത്. അങ്ങനെയാണ് ഇപ്പോൾ ഇൻഡിഗോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നത് അങ്ങനൊരു കോഴ്സ് എടുക്കുക, 6 മന്തിൻ്റെ ക്യാബിൻ ക്രൂ ട്രെയിനിങ് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലേസ്മെൻറ്റ് ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള കോളേജേ ചൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞ് ഉറപ്പായിട്ടും ജോബ് കിട്ടും.